ലോകത്ത് എന്ന് പറയാൻ കാരണം ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ താങ്കൾ വിഷയം മാറ്റും, ഒരുപാട് മറുപടി പറയാൻ. നമുക്ക് മൗലവിയെ വിടാം, നമുക്ക് രാമായണത്തിലോട്ട് വരാം. ഈ ശ്യാംകുമാർ രാമായണം കിട്ടുകഥയാണ്, എനിക്ക് രാമായണം സ്ത്രീവിരുദ്ധമാണ്, രാമായണം സവർണർക്ക് വേണ്ടി മാത്രം രചിച്ചതാണ്, ഈ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ ശ്രീ ഒ അബ്ദുള്ള? എനിക്ക് യോജിപ്പില്ല. രാമായണം വിശകലനം ചെയ്യേണ്ടതുമാണ്, ചർച്ച ചെയ്യേണ്ടതുമാണ്, നമ്മൾ തലമുറയായി കൈമാറേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും ആദരിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനാർഹമായ ഒരു ഇതിഹാസമാണത്. ആ കഥാപാത്രങ്ങളെ കൊണ്ട് നമുക്ക് ഇവിടെ ചർച്ച പോലും നടത്താൻ കഴിയില്ല. ഒന്നും കഴിയില്ല. താങ്കളൊന്ന് വഴങ്ങോ? ഇല്ല, ആരിഫിന് അപ്പോൾ സമയം അനുവദിക്കില്ല. ആരിഫിന് ഇപ്പൊ ഞാൻ സമയം അല്ല. നിങ്ങളുടെ തരികടല്ലേ, നിങ്ങൾ രണ്ടാളും ഒത്തിട്ട് ഇന്നെ മുണ്ടാതാക്കിയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഒരുപാട് ബനു ഖുറൈളയെ പറ്റി താങ്കൾ പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തു. എന്താ ബനു ഖുറൈള ഇത്? ബനു ഖുറൈള എന്തിനാ ആരിഫ് കാണിച്ച്? പിന്നെ നിങ്ങൾ പറയാ അമ്പലം വേണമെന്ന് പോയി പറഞ്ഞാല് ഒരു പള്ളിയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചാൽ ഇനി വേറെ നാളെ കുറെ കുട്ടികൾ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ കൊമ്പൗണ്ടിൽ ഒരു അമ്പലം വേണമെന്ന് ചോദിച്ചാലോ? ഈ അത് വിഡിത്തൊക്കെ ആരിഫ് ഹുസൈൻ താങ്കളെ പറയുള്ളൂ. അടുത്തൂടെ പോയില്ല. ഈ ഒരു പള്ളി വന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു പ്രാർത്ഥിക്കാനാണ് സമയം ഉണ്ടെങ്കിൽ ഒരു പൂവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടം നയിച്ചാ കൊടുക്കലാ, ഒരു ചായ വെച്ചാൽ ചായക്കടേ. എന്നോടാണ് സംശയം. എന്റെ സമയം കഴിഞ്ഞിട്ടല്ലാതെ അനിൽ നമ്പ്യാരെ ഞാൻ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഈ നിങ്ങൾ ചാനലിന് ഉപയോഗം ഞാൻ പിക്കിട്ട് ഇയാളെ ഫൂളിഷ്നെസ് എന്താണ് നിങ്ങൾ ചെയ്ത്? നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾ പറയുമ്പോ ഞാൻ അനങ്ങി മുണ്ടിയോ? ഞങ്ങളോടല്ല, ഞാൻ അനിൽ നമ്പ്യാരോടാ ചോദിക്കണേ. നിങ്ങൾ നിർമ്മലയിൽ പള്ളി ആരാ ചോദിച്ചത്? അതിന് മറുപടി ഒരു സ്പേസ് അബ്ദുള്ള. അല്ല, എനിക്ക് ആരിഫ് ഹുസൈന്റെ മുഴുവൻ സംശയമായിരുന്നു. ഞാൻ തലക്കെന്ന് പറ, ഞാൻ ഓരോന്ന് സംശയം ചോദിക്കും. ശരി, ബാങ്കിന്റെ അർത്ഥം എന്താ? ജനഗണന ദേശീയ ഗാനത്തിന്റെ അർത്ഥം എന്താ? ആരിഫ് ഹുസൈൻ പറയും. അനിൽ നമ്പ്യാർ ഞാൻ ഇത് എറിഞ്ഞോട് പോകും. ഇക്ക പോവല്ലേ? ഒരു മിനിറ്റ് പ്ലീസ്. ഒരു മിനിറ്റ് ഇപ്പൊ കൊടുക്കൂല. ശേഷം എത്ര മിനിറ്റ് കൊടുക്കും? എന്നാ താങ്കൾ അല്ല ഡോക്ടർ ആരിഫ് അതേ പറഞ്ഞു തീർക്കട്ടെ. യെസ്, താങ്കൾ പറഞ്ഞു തീർക്കെ പ്ലീസ്. അല്ല, ഇതെന്താ നിങ്ങൾ രണ്ടാൾ കൂടി ഇപ്പൊ ഒന്നായത് എങ്ങനെ പറഞ്ഞോണ്ടാ? പറഞ്ഞ് അവസാനിപ്പിക്കും പ്ലീസ്. സമയം പോവാ. നിങ്ങളൊരു ആങ്കർ അല്ലേ? അതെ, സമയം നിങ്ങളാ പോക്കുന്നത്, ഞാനല്ലല്ലോ. അല്ല, അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇസ്ലാമിനെ തകർക്കുന്ന മുസ്ലിങ്ങൾ, ഞാൻ ഓരോന്ന് പറയട്ടെ. ഇസ്ലാമിനെ തകർക്കുന്ന മുസ്ലിങ്ങളാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? നിങ്ങൾ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഇസ്ലാമിനെ തകർക്കുന്ന മുസ്ലിങ്ങളാണ്, പിന്നെ എന്തിനാ താങ്കൾ അതിൽ ബേജാറാകുന്നത്?